സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസത്തിനും എതിരായ ഒരു കാര്യം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും വിപരീതമായ ഒന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പണം നിങ്ങളെ തേടി തനിയെ വരും. നിങ്ങൾ ചോദിച്ചേക്കാം, ഓഷോ, ഇതെന്ത് സംസാരമാണ്? കഠിനാധ്വാനം ചെയ്യാതെ പണം എങ്ങനെ വരും? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുതന്നെയാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അധ്വാനിക്കുക, പോരാടുക, പൊരുതുക എന്നാണ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പൊരുതിക്കൊണ്ടേയിരുന്നു. പക്ഷെ നിങ്ങൾ കോടീശ്വരന്മാരായോ? നിങ്ങളുടെ ചുറ്റുമൊന്നു നോക്കൂ. ആരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ രാവിലെ 5 മണിക്ക് ഉണരുന്നു, രാത്രി 10 മണിക്ക് ഉറങ്ങുന്നു, ദിവസം മുഴുവൻ വിയർപ്പൊഴുക്കുന്നു. എന്നിട്ടും മാസാവസാനം അയാളുടെ പോക്കറ്റ് കാലിയായിരിക്കും. എന്നാൽ ഒരു പണക്കാരൻ 10 മണിക്ക് ഉണരുന്നു, ഗോൾഫ് കളിക്കുന്നു, ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, വൈകുന്നേരം പാർട്ടിക്ക് പോകുന്നു. അയാളുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ്! സുഹൃത്തുക്കളെ, ഇതൊരു അത്ഭുതവുമല്ല. ഇതൊരു ലളിതമായ നിയമമാണ്. നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കാത്ത ഒരു നിയമം. കാരണം ഇത് നിങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ആര് നിങ്ങളെ അടിമകളാക്കും? ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ വല്ലാതെ പ്രയത്നിക്കുമ്പോൾ, പോരാടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? പിരിമുറുക്കം, ഉത്കണ്ഠ, ഭയം. ഞാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പണം സമ്പാദിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചുപോകുമെന്ന് നിങ്ങൾ കരുതുന്നു. ഈ ഭയം, ഈ ഉത്കണ്ഠ, ഈ പിരിമുറുക്കം എന്നിവയാണ് ദാരിദ്ര്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ നിങ്ങളുടെ ഭയം ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നു. ദരിദ്രനാകുമെന്ന് നിങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങൾ ദരിദ്രനായിക്കൊണ്ടിരിക്കും. ലാവോ ത്സു പറഞ്ഞിട്ടുണ്ട്, വു വെയ് എന്ന്. ഇതിനർത്ഥമൊന്നും ചെയ്യാതെ ചെയ്യുക എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ ഇതിന് തെറ്റായ അർത്ഥമാണ് നൽകുന്നത്. ഇതിനർത്ഥം മടിയനാവുക എന്നാണ് അവർ പറയുന്നത്. അല്ല സുഹൃത്തുക്കളെ, ഇതൊരിക്കലും മടിയല്ല. ഇതൊരു പരമമായ പ്രവർത്തനക്ഷമതയാണ്. എന്നാൽ ഈ പ്രവർത്തനക്ഷമത പ്രയത്നത്തിൽ നിന്നല്ല വരുന്നത്. അത് ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ശൂന്യനാകുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ പിരിമുറുക്കങ്ങളോ ഉത്കണ്ഠകളോ ഇല്ലാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യമായ ഇടം രൂപപ്പെടുന്നു. ശൂന്യമായ ഇടങ്ങൾ നികത്തപ്പെടുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ശൂന്യമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ നിറയ്ക്കാൻ തുടങ്ങുന്നു. പണം, സമ്പത്ത്, അവസരങ്ങൾ എന്നിവയെല്ലാം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പണത്തിനു പിന്നാലെ ഓടുന്നു, വൈകുന്നേരം തളർന്നു വീട്ടിലേക്ക് മടങ്ങുന്നു. എന്നിട്ടവർ ചിന്തിക്കും, ഇന്നും പ്രത്യേകിച്ചൊന്നും നടന്നില്ല, നാളെ വീണ്ടും ശ്രമിക്കാമെന്ന്. ഇങ്ങനെ ചെയ്ത് ജീവിതം തീർന്നുപോകുന്നു. പണം വരുന്നില്ല, പകരം ക്ഷീണം വരുന്നു, അസുഖങ്ങൾ വരുന്നു, നിരാശ വരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടി വന്നത് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നപ്പോഴാണ്. നിങ്ങൾ വെറുതെ സ്വസ്ഥമായി ഇരുന്നപ്പോഴാണ്. വർഷങ്ങളായി ജോലി അന്വേഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ദിവസവും 10-20 സ്ഥലങ്ങളിൽ കയറിയിറങ്ങും. എങ്ങും ജോലി കിട്ടിയില്ല. ഒരു ദിവസം അയാൾ വല്ലാതെ തളർന്നു. അയാൾ ചിന്തിച്ചു, ഇന്ന് ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ വിശ്രമിക്കും. അയാൾ ഒരു പാർക്കിൽ പോയിരുന്നു. അവിടെ വെച്ച് അയാൾ ഒരാളെ കണ്ടുമുട്ടി. അവർ തമ്മിൽ സംസാരിച്ചു. ആ വ്യക്തി അയാൾക്ക് സ്വന്തം കമ്പനിയിൽ ഒരു ജോലി നൽകി. അതും അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത്ര മികച്ച ഒരു ജോലി. ഇതൊരു യാദൃശ്ചികതയായിരുന്നില്ല. ഇതൊരു നിയമമാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകുന്നില്ല. അത് കേന്ദ്രീകരിക്കപ്പെടുന്നു. കേന്ദ്രീകരിക്കപ്പെട്ട ഊർജം ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. അത് കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓടുമ്പോൾ, പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം 1000 ദിക്കുകളിലേക്ക് ചിതറിപ്പോകുന്നു. നിങ്ങൾ ദുർബലമായൊരു കാന്തമായി മാറുന്നു. ഒന്നും നിങ്ങളിലേക്ക് വരുന്നില്ല. ഒന്ന് മനസ്സിലാക്കൂ, കാന്തത്തിന് ഇരുമ്പിന്റെ പിന്നാലെ ഓടേണ്ടതില്ല. ഇരുമ്പ് കാന്തത്തിനടുത്തേക്ക് സ്വയം വരികയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ശാന്തനാകുമ്പോൾ, കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ, പണം സ്വയം നിങ്ങളിലേക്ക് വരും. കഠിനാധ്വാനം ചെയ്യാതെ ഒന്നും ലഭിക്കില്ല എന്നാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ നുണ അതാണെന്ന് ഞാൻ പറയുന്നു. പ്രകൃതിയെ നോക്കൂ. വിരിയാൻ വേണ്ടി പൂവ് അധ്വാനിക്കുന്നുണ്ടോ? ഒഴുകാൻ വേണ്ടി നദി പ്രയത്നിക്കുന്നുണ്ടോ? തിളങ്ങാൻ വേണ്ടി സൂര്യൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പ്രകൃതിയിൽ യാതൊരു പ്രയത്നവുമില്ല, വെറും സ്വാഭാവികത മാത്രമാണുള്ളത്. പ്രകൃതി എത്ര സമ്പന്നമാണെന്ന് നോക്കൂ, എത്ര സമൃദ്ധമാണ്. എന്നാൽ മനുഷ്യൻ നിരന്തരം പ്രയത്നിക്കുകയും ദരിദ്രനാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? പ്രയത്നിക്കുക എന്നതിനർത്ഥം പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുക എന്നതാണ്.
ഞാൻ ഒറ്റയ്ക്കാണ്, എല്ലാം എനിക്ക് സ്വയം ചെയ്യണം, പ്രപഞ്ചം എന്റെ കൂടെയില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ശരി, നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് പ്രപഞ്ചം പറയുന്നു. പിന്നീട് നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ എല്ലാം സമർപ്പിക്കുന്ന വ്യക്തി, ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം പ്രപഞ്ചമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന വ്യക്തി പ്രപഞ്ചവുമായി ഒന്നായി മാറുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും അയാളുടെ കൂടെയുണ്ടാകും. അയാൾക്കൊന്നും ചെയ്യേണ്ടിവരില്ല. കാര്യങ്ങൾ തനിയെ സംഭവിക്കാൻ തുടങ്ങും. എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ നന്നായി അധ്വാനിക്കുന്നവനായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കും. പക്ഷേ വിളവ് നന്നായിരുന്നില്ല. ഒരു ദിവസം ഒരു സന്യാസി ആ വഴി വന്നു. കർഷകൻ സന്യാസിയോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഇത്രമാത്രം അധ്വാനിച്ചിട്ടും എനിക്ക് നല്ല വിളവ് കിട്ടുന്നില്ലല്ലോ. സന്യാസി പറഞ്ഞു, നീ അധ്വാനിക്കുന്നത് നിർത്തുക. കർഷകൻ അത്ഭുതപ്പെട്ടു. സന്യാസി വീണ്ടും പറഞ്ഞു, നീ വെറുതെ വിത്ത് പാകുക, വെള്ളം നനയ്ക്കുക, എന്നിട്ട് വെറുതെ ഇരിക്കുക. പ്രകൃതിയെ അതിന്റെ പണി ചെയ്യാൻ അനുവദിക്കുക. നീ എപ്പോഴും മണ്ണ് ഇളക്കി നോക്കുന്നു, ചെടി വളർന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഉത്കണ്ഠ, ഈ നിരന്തരമായ ഇടപെടലുകൾ, അതാണ് നിന്റെ വിളവിനെ നശിപ്പിക്കുന്നത്. കർഷകൻ ചിന്തിച്ചു, എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അയാൾ വിത്ത് പാകി നനച്ചു, എന്നിട്ട് വെറുതെയിരുന്നു. പാടത്തെ ശല്യപ്പെടുത്തുന്നത് അയാൾ നിർത്തി. ആ വർഷം അയാൾക്ക് ഏറ്റവും മികച്ച വിളവ് ലഭിച്ചു. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ചിന്തിക്കുക, പണക്കാരനാകുക എന്ന് ആളുകൾ പറയുന്നു. വിഷ്വലൈസ് ചെയ്താൽ പണം വരുമെന്ന് പറയുന്നു. നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആകർഷണം സൃഷ്ടിക്കുന്ന ആ ശൂന്യത നിങ്ങളുടെ ഉള്ളിലില്ല. എനിക്ക് പണക്കാരനാകണം എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഉള്ളിന്റെയുള്ളിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയമാണുള്ളത്. നിങ്ങളുടെ ആഗ്രഹത്തേക്കാൾ ശക്തമാണ് നിങ്ങളുടെ ഭയം. യഥാർത്ഥ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങളെന്താണ് എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ശാന്തിയുണ്ടെങ്കിൽ, ശൂന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തിയെയും സമൃദ്ധിയെയും ആകർഷിക്കും. നിങ്ങളുടെ ഉള്ളിൽ പിരിമുറുക്കവും ഉത്കണ്ഠയുമുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളെയും സമ്മർദ്ദങ്ങളെയുമാകും നിങ്ങൾ ആകർഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നും ചെയ്യരുത്. ആദ്യം ശൂന്യമാവുക, ആദ്യം ശാന്തമാവുക, ആദ്യം ധ്യാനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. സ്ഥിരമായി ധ്യാനിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അവർക്ക് മികച്ച ജോലി ലഭിക്കുന്നു. ഇതൊരു മാജിക്കല്ല, ഇതൊരു സയൻസാണ്. നിങ്ങൾ ധ്യാനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് മാറുന്നു. നിങ്ങൾ ആൽഫ, തീറ്റ അവസ്ഥകളിലേക്ക് പോകുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് വളരെ ശക്തമാകുന്നു. സബ്കോൺഷ്യസ് മൈൻഡാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ കേന്ദ്രം. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നതൊന്നും നടക്കണമെന്നില്ല. എന്നാൽ സബ്കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നടക്കും. ധ്യാനത്തിലൂടെ നിങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡിനെ വൃത്തിയാക്കുന്നു. അതിലെ എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങൾ പുറത്തുകളയുന്നു. അപ്പോൾ അതൊരു ശുദ്ധമായ കാന്തമായി മാറുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ? ഒന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ഞാൻ മടിയനായി അറിയപ്പെടുമെന്ന് കരുതുന്നു. ഇത് സമൂഹത്തിന്റെ കണ്ടീഷനിംഗ് ആണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കാനാണ് സമൂഹം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. വെറുതെ ഇരിക്കരുത് എന്ന് പഠിപ്പിച്ചു. ഈ കണ്ടീഷനിംഗ് നിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നു, വെറുതെ ഇരിക്കാൻ പഠിക്കൂ. യാതൊന്നും ചെയ്യാതെ ഇരിക്കാൻ പഠിക്കൂ. അതേറ്റവും വലിയ കലയാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും. കാരണം സമയം പാഴാവുകയാണ്, എന്തെങ്കിലും ചെയ്യ് എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളത് അവഗണിക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കുക. തുടക്കത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നും. നിങ്ങളുടെ കൈകാലുകൾ വിറച്ചേക്കാം. നിങ്ങളുടെ മനസ്സ് 1000 പദ്ധതികൾ മെനഞ്ഞേക്കാം. എന്നാൽ നിങ്ങളെല്ലാം വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യരുത്. പതിയെ പതിയെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. അത് തളർന്നുപോകും. ഒരു ദിവസം അത് പൂർണ്ണമായും നിശ്ചലമാകും. യഥാർത്ഥ ശക്തി എന്താണെന്ന് അന്ന് നിങ്ങൾ തിരിച്ചറിയും. അത് പ്രവർത്തിക്കുന്നതിൽ നിന്നല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നിന്നാണ് വരുന്നത്. ബുദ്ധനെ ഓർക്കുക. അദ്ദേഹം 6 വർഷം തപസ്സു ചെയ്തു, ഉപവസിച്ചു, ശരീരത്തെ കഷ്ടപ്പെടുത്തി. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഒരു ദിവസം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ബോധിവൃക്ഷത്തിന് താഴെ പോയിരുന്നു, വെറുതെയിരുന്നു. അന്ന് രാത്രി അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ഇതൊരു യാദൃച്ഛികതയല്ല, ഇതൊരു നിയമമാണ്. നിങ്ങൾ പ്രയത്നം ഉപേക്ഷിക്കുമ്പോഴാണ് പരമമായത് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ അസ്തിത്വം ഉണരുന്നത്. ആ അസ്തിത്വത്തിലാണ് യഥാർത്ഥ സമ്പത്തുള്ളത്. പണം ഒരു വിചിത്രമായ കാര്യമാണ്.
നിങ്ങൾ അതിന്റെ പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ നിങ്ങൾ അതിനെ അവഗണിക്കുമ്പോൾ അത് നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം പണം എന്നത് ഒരു ഊർജ്ജമാണ്. ഗതികെട്ടവരിൽ നിന്നും ഊർജ്ജം എപ്പോഴും അകന്നുപോകും, അത് ആത്മവിശ്വാസമുള്ളവരിലേക്ക് ഒഴുകിയെത്തും. പണത്തിനു പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത നിരാശയും ഗതികേടുമുള്ളതായി തോന്നും. എനിക്ക് പണം വേണം, ഞാൻ ദരിദ്രനാണ് എന്നാണ് നിങ്ങളുടെ ഊർജ്ജം പറയുന്നത്. ഈ ഊർജ്ജം പണത്തെ അകറ്റിക്കളയുന്നു. എന്നാൽ നിങ്ങൾ ശാന്തനാകുമ്പോൾ, പണത്തെക്കുറിച്ച് ഉത്കണ്ഠയില്ലാതിരിക്കുമ്പോൾ, ഞാൻ പൂർണ്ണനാണ്, എനിക്കൊന്നിന്റെയും ആവശ്യമില്ല എന്നാണ് നിങ്ങളുടെ ഊർജ്ജം പറയുന്നത്. ആ ഊർജ്ജം പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ ഒരു ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അയാൾ നന്നായി അധ്വാനിക്കുന്ന ആളായിരുന്നു. എന്നാൽ അയാളുടെ ബിസിനസ് എപ്പോഴും നഷ്ടത്തിലായിരുന്നു. അയാൾ എന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നീ ബിസിനസ്സിനെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കാറുണ്ട്? അയാൾ പറഞ്ഞു, എപ്പോഴും. രാവിലെ എണീക്കുമ്പോൾ ബിസിനസ്, രാത്രി ഉറങ്ങുമ്പോൾ ബിസിനസ്, സ്വപ്നത്തിൽ പോലും ബിസിനസ്. ഞാൻ പറഞ്ഞു, ഇതുതന്നെയാണ് നിന്റെ പ്രശ്നം. നീ ബിസിനസ്സിനെ സ്വതന്ത്രമായി വിടുന്നില്ല. നീ അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തെ വല്ലാതെ മുറുകെ പിടിച്ചാൽ അത് ശ്വാസം മുട്ടി മരിച്ചുപോകും. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു മാസത്തേക്ക് ബിസിനസ്സിനെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെക്കുക. ജോലി ചെയ്യുക, പക്ഷേ അമിതമായി ചിന്തിക്കാതിരിക്കുക. ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കുക. ഇതെങ്ങനെ സാധിക്കുമെന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധ്യാനിക്കുക. ദിവസവും രാവിലെ 1 മണിക്കൂർ ധ്യാനിക്കുക. എന്നിട്ട് ബിസിനസ് ചെയ്യാൻ പോവുക. പക്ഷേ ബിസിനസ്സിനെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത് നിർത്തുക. തുടക്കത്തിൽ അയാൾക്കത് ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും അയാൾ ശ്രമിച്ചു. 1 മാസത്തിനു ശേഷം അയാൾ എന്റെ അടുത്ത് വന്നു. അയാൾ അത്ഭുതപ്പെട്ടിരുന്നു. ഓഷോ, ഇതൊരു വലിയ അത്ഭുതമാണ്, എന്റെ ബിസിനസ് പെട്ടെന്ന് ലാഭത്തിലായി എന്ന് അയാൾ പറഞ്ഞു. മാത്രമല്ല 3 വലിയ പുതിയ ഓർഡറുകൾ കൂടി ലഭിച്ചു. ഞാൻ പറഞ്ഞു, ഇതത്ഭുതമൊന്നുമല്ല, സയൻസാണ്. നീ ഉത്കണ്ഠപ്പെടുന്നത് നിർത്തിയപ്പോൾ നിന്റെ മനസ്സ് തെളിഞ്ഞു. നീ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. നിന്റെ ഊർജ്ജം പോസിറ്റീവായി. അപ്പോൾ ആളുകൾ നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായി. ഇനി ഞാൻ നിങ്ങൾക്കൊരു ധ്യാനരീതി പറഞ്ഞുതരാം. ഇത് പണത്തിനു വേണ്ടിയുള്ള ധ്യാനമല്ല. ഇത് ശൂന്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ നിങ്ങൾ ശൂന്യമാകുമ്പോൾ പണം തനിയെ വരും. ദിവസവും രാവിലെ 30 മിനിറ്റ് വെറുതെ ഇരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം നിരീക്ഷിക്കുക. വെറുതെ നോക്കിയിരിക്കുക, ഒന്നും ചെയ്യരുത്. ശ്വാസം ദീർഘമായി എടുക്കുകയോ വേഗത്തിലാക്കുകയോ ചെയ്യരുത്. വെറുതെ കാണുക. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് പലയിടത്തേക്കും പായും. ഇത് വല്ലാത്ത ബോറടിയാണെന്നത് പറയും. എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യ്, പണം സമ്പാദിക്കെന്ന് മനസ്സ് പറയും. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതിയെ നിങ്ങളുടെ ചിന്തകൾ കുറയാൻ തുടങ്ങും. മനസ്സ് ശാന്തമാകും. യാതൊരു ചിന്തകളുമില്ലാത്ത ഒരു നിമിഷം വരും. വെറും ശൂന്യത മാത്രം. ഇതാണ് യഥാർത്ഥ ധ്യാനം. ഈ ശൂന്യതയിൽ നിങ്ങൾക്ക് പണത്തിന്റെ യാതൊരു ആവശ്യവും തോന്നില്ല. നിങ്ങൾക്കൊന്നിന്റെയും കുറവില്ലെന്ന ഒരു പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ ആകർഷണം ആരംഭിക്കുന്നത്. കാരണം നിങ്ങളുടെ ഊർജ്ജം ഇപ്പോൾ ചിതറിക്കിടക്കുന്നില്ല. അത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കേന്ദ്രീകരിക്കപ്പെട്ട ഊർജ്ജം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ഈ ഫീൽഡ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ തുടർച്ചയായി 30 ദിവസം ഈ ധ്യാനം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വലിയൊരു മാറ്റം വരും. ഒന്നുകിൽ നിങ്ങൾക്ക് പുതിയൊരു അവസരം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടും. അതുമല്ലെങ്കിൽ പണം കൊണ്ടുവരുന്ന പുതിയൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇതിലൊരു വ്യവസ്ഥയുണ്ട്. പ്രതീക്ഷകളോടെ ഇത് ചെയ്യരുത്. എനിക്ക് പണം കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്നാൽ ഒന്നും സംഭവിക്കില്ല. ശൂന്യമാകാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുക. പണം തനിയെ വന്നുകൊള്ളും. പ്രവർത്തിക്കുന്നതിലാണ് ബുദ്ധിയുള്ളതെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥ ബുദ്ധിയൊന്നും ചെയ്യാതിരിക്കുന്നതിലാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിമാനാകുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞകാല കണ്ടീഷനിങ്ങിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നത്. പഠിച്ചുവെച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആവർത്തിക്കുന്നു. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഫ്രഷാണ്. നിങ്ങൾ ഓപ്പണാണ്. പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ഐൻസ്റ്റീനെ ഓർത്തുനോക്കൂ. അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നപ്പോഴാണ്, വെറുതെ വിശ്രമിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഐഡിയ ലഭിച്ചത്. ഇതൊരു യാദൃശ്ചികതയല്ല. എല്ലാ വലിയ ശാസ്ത്രജ്ഞരും കലാകാരന്മാരും പറയുന്നത് അവർ വെറുതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് മികച്ച ഐഡിയകൾ വരുന്നത് എന്നാണ്. കാരണം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് റിലാക്സ് ആകുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കോൺഷ്യസ് മൈൻഡിനേക്കാൾ വളരെ ബുദ്ധിയുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിന് കാണാൻ കഴിയാത്ത പല കണക്ഷനുകളും സബ് കോൺഷ്യസ് മൈൻഡിന് കാണാൻ കഴിയും. എന്നാൽ കോൺഷ്യസ് മൈൻഡ് ശാന്തമാകുമ്പോൾ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രവർത്തിക്കാൻ കഴിയൂ.
നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടുമിരുന്നാൽ കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കുന്ന വലിയ ബഹളത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശബ്ദം കേൾക്കാതെ പോകും. അതുകൊണ്ടാണ് ദിവസവും കുറച്ചു സമയം യാതൊന്നും ചെയ്യാതിരിക്കാൻ മാറ്റിവെക്കണം എന്ന് ഞാൻ പറയുന്നത്. TV കാണരുത്, ഫോൺ ഉപയോഗിക്കരുത്, ആരോടും സംസാരിക്കരുത്, വെറുതെ ഇരിക്കുക. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമമായ സമയം ഇതായിരിക്കും. കാരണം ഈ സമയത്താണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ബുദ്ധിമത്ത ഉണരുന്നത്. പുസ്തകങ്ങളിൽ നിന്നല്ല, അനുഭവങ്ങളിൽ നിന്നും വരുന്ന ബുദ്ധി. ആരും പഠിപ്പിച്ചു തരാതെ സ്വയം പ്രകടമാകുന്ന ബുദ്ധി. ആ ബുദ്ധി ഉണരുമ്പോൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാകും. നിങ്ങൾക്ക് പദ്ധതികളുടെ ആവശ്യമില്ല. നിങ്ങൾക്കതറിയാം, നിങ്ങളത് ചെയ്യും, ആ കാര്യം വിജയിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ നൈപുണ്യം. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശീലിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ശൂന്യതയ്ക്കിടം നൽകുമ്പോൾ മാത്രം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നു. തനിക്ക് ജ്ഞാനം വേണമെന്ന് ശിഷ്യൻ പറഞ്ഞു. ഗുരു പറഞ്ഞു, ആദ്യം ചായ കുടിക്കൂ. ഗുരു ശിഷ്യന്റെ കപ്പിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു, പക്ഷെ ഗുരു വീണ്ടും ഒഴിച്ചുകൊണ്ടേയിരുന്നു. ചായ പുറത്തേക്ക് തൂവി. ശിഷ്യൻ പറഞ്ഞു, നിർത്തൂ, കപ്പ് നിറഞ്ഞു, ഇനി ഇതിൽ കൊള്ളില്ല. ഗുരു പറഞ്ഞു, ഇതുതന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത്. നിന്റെ മനസ്സ് ചിന്തകൾ കൊണ്ടും ധാരണകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. നീ ശൂന്യമാകാതെ എനിക്കൊന്നും നിനക്ക് തരാൻ കഴിയില്ല. പണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം. നിങ്ങൾ ഉത്കണ്ഠകൾ കൊണ്ടും പിരിമുറുക്കങ്ങൾ കൊണ്ടും പ്ലാനുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ പണത്തിന് നിങ്ങളിലേക്ക് വരാൻ കഴിയില്ല. ആദ്യം ശൂന്യമാകുക, എന്നിട്ട് എല്ലാം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കാണുക. പ്രപഞ്ചത്തിലുള്ള വിശ്വാസം. യഥാർത്ഥ പ്രശ്നമെന്താണ്? വിശ്വാസക്കുറവ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ വിശ്വാസമില്ല. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചം എന്നെ കൈവിടുമെന്നും ഞാൻ പട്ടിണി കിടന്ന് മരിക്കുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നു. ഈ ഭയമാണ് നിങ്ങളെ ദരിദ്രനാക്കി നിർത്തുന്നത്. ഈ ഭയമാണ് നിങ്ങളെ പ്രപഞ്ചത്തിൽ നിന്നും അകറ്റുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് വേർപെടുമ്പോൾ നിങ്ങൾ ദുർബലനാകുന്നു. നിങ്ങൾ ഒറ്റപ്പെടുന്നു. എന്നാൽ പക്ഷികളെ നോക്കൂ. അവ രാവിലെ ഉണരുന്നു, പാടാൻ തുടങ്ങുന്നു. അവ ഇന്നത്തെ ഭക്ഷണത്തിനുള്ള വക നേരത്തെ കണ്ടെത്തിവെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പ്രപഞ്ചം അവരെ സംരക്ഷിക്കുമെന്ന് അവർക്കറിയാം. പ്രപഞ്ചം അത് ചെയ്യുന്നുമുണ്ട്. മരങ്ങളെ നോക്കൂ. അവ മണ്ണിൽ ഉറച്ചു നിൽക്കുകയാണ്. അവയ്ക്ക് എങ്ങോട്ടും ഓടാൻ കഴിയില്ല. എന്നിട്ടും അവയ്ക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നു. വെള്ളം ലഭിക്കുന്നു, കാറ്റ് ലഭിക്കുന്നു. കാരണം അവ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യനോ? മനുഷ്യൻ കരുതുന്നത് എനിക്കെല്ലാം സ്വയം ചെയ്യണം, പ്രപഞ്ചം എന്നെ സഹായിക്കില്ല എന്നാണ്. ഈ ചിന്തയാണ് അവനെ പ്രപഞ്ചത്തിൽ നിന്നും അകറ്റുന്നത്. ഞാൻ പറയുന്നു, വിശ്വസിക്കുക, സമർപ്പിക്കുക. പ്രപഞ്ചത്തോട് പറയുക, ഞാൻ നിന്റെ കൈകളിലാണ്, നിനക്കിഷ്ടമുള്ളത് ചെയ്യാം, എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഇത് വളരെ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എല്ലാം ഉപേക്ഷിച്ചാൽ ഞാൻ നശിച്ചുപോകുമെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ ഞാൻ പറയുന്നു, ഇതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി പരിമിതമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ പ്രപഞ്ചത്തിന്റെ ബുദ്ധി അപാരമാണ്. അതിനെ എല്ലാം കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അതിനറിയാം. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ബുദ്ധിയെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ കാര്യങ്ങൾ തനിയെ ശരിയാകാൻ തുടങ്ങും. ശരിയായ സമയത്ത് ശരിയായ വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ അസുഖം എന്തെങ്കിലുമൊക്കെ വേണമെന്ന ആഗ്രഹമാണ്. എപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പണം വേണം, പിന്നെ കൂടുതൽ പണം വേണം. ഈ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങൾ ഒന്നിനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കും പറയുന്നത്? എനിക്ക് മതിയായിട്ടില്ല, ഞാൻ അപൂർണനാണ്, എനിക്കെന്തോ കുറവുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ചിന്തയാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തെ നിലനിർത്തുന്നത്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം പണത്തിലല്ല, അവരുടെ ചിന്താഗതിയിലാണ്. പാവപ്പെട്ടവൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് കുറവാണെന്നാണ്. പണക്കാരൻ ചിന്തിക്കുന്നത് എനിക്കിത് മതിയായതാണെന്നാണ്. രസകരമായ കാര്യമെന്താണെന്നാൽ കഴിക്കാൻ 2 റൊട്ടി മാത്രമുള്ളവനും എനിക്കിത് മതിയെന്ന് ചിന്തിക്കാം. എന്നാൽ കോടിക്കണക്കിന് സ്വത്തുള്ളവനും എനിക്കിത് പോരാ എന്ന് ചിന്തിക്കാം. അപ്പോൾ യഥാർത്ഥ സമ്പത്ത് എന്താണ്? അത് തൃപ്തിയാണ്. എനിക്കുള്ളത് എനിക്ക് മതി, എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല എന്ന തോന്നൽ. ഈയൊരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നു. നിങ്ങൾ തൃപ്തനാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. കാരണം നിങ്ങളുടെ ഊർജം ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റേതല്ല, അതൊരു രാജാവിന്റെ ഊർജമായി മാറിക്കഴിഞ്ഞു. ഭിക്ഷക്കാരൻ എപ്പോഴും യാചിക്കുന്നു, രാജാവ് എപ്പോഴും നൽകുന്നു. നൽകുന്നവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ജീവിതത്തിന്റെ നിയമം.
യാചിക്കുന്നവന് ഉള്ളതുകൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നു, യാചിക്കുന്നത് നിർത്തുക, ആഗ്രഹിക്കുന്നത് നിർത്തുക, ഉള്ളതിൽ തൃപ്തനാവുക. എന്നിട്ട് ജീവിതം നിങ്ങളെ എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങുന്നത്രത്തോളം അത് നിങ്ങൾക്ക് നൽകും. കാരണം നിങ്ങൾ തൃപ്തനാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും അതൊഴുകാൻ തുടങ്ങും. നിങ്ങളിലുള്ളത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ സമൃദ്ധി. സമൃദ്ധി എന്നാൽ പണം മാത്രമല്ല. സമൃദ്ധി എന്നാൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മാത്രം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ്. നിങ്ങൾ നൽകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതലായി നൽകുന്നു. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഈ നിമിഷത്തിലാണ്, ഇവിടെ ഇപ്പോൾ. ഇതുതന്നെയാണ് യഥാർത്ഥ ശക്തിയുടെ ഉറവിടം. നിങ്ങൾ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷത്തിലല്ല. നിങ്ങൾ ഈ നിമിഷത്തിലില്ലാത്തപ്പോൾ നിങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല. കാരണം എല്ലാ ശക്തിയും ഈ നിമിഷത്തിലാണുള്ളത്. കഴിഞ്ഞുപോയതിന് യാതൊരു ശക്തിയുമില്ല. വരാനിരിക്കുന്നതിനും ശക്തിയില്ല. ശക്തി ഈ നിമിഷത്തിൽ മാത്രമാണുള്ളത്. നിങ്ങൾ ഈ നിമിഷത്തിലായിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാകും. നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല, പ്ലാൻ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് അതറിയാൻ കഴിയും. ഇതാണ് സഹജാവബോധം. ഇതാണ് ഉൾക്കാഴ്ച. ഇത് യുക്തിയിൽ നിന്നല്ല, മൗനത്തിൽ നിന്നും വരുന്ന ബുദ്ധിയാണ്. ഞാനൊരു വ്യാപാരിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വിജയശ്രീലാളിതനായിരുന്നു. ആളുകൾ അദ്ദേഹത്തോട് വിജയരഹസ്യം ചോദിക്കുമായിരുന്നു. അദ്ദേഹം പറയും, ഞാൻ ഒരിക്കലും പദ്ധതികൾ തയ്യാറാക്കാറില്ല. എന്താണ് ശരിയെന്ന് എനിക്ക് തോന്നും, ഞാൻ അത് ചെയ്യും. അദ്ദേഹം തമാശ പറയുകയാണെന്നാണ് പലരും കരുതിയത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു. അദ്ദേഹം തന്റെ സഹജാവബോധം വികസിപ്പിച്ചെടുത്തിരുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹം ഈ നിമിഷത്തിൽ ജീവിച്ചു. ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശരിയായ തീരുമാനങ്ങൾ എടുത്തു. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഇതിനുള്ള ഏറ്റവും എളുപ്പവഴിയൊന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ തന്നെയാണ്, ഈ നിമിഷത്തിൽ. നിങ്ങൾ ഈ നിമിഷത്തിലാകുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. കാരണം പ്രപഞ്ചം ഒരിക്കലും കഴിഞ്ഞ കാലത്തിലേക്കോ ഭാവിയിലേക്കോ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷത്തിലാകുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി താളത്തിലാകുന്നു. അപ്പോൾ പ്രപഞ്ചം നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളല്ല ചെയ്യുന്നത്, പ്രപഞ്ചമാണ് ചെയ്യുന്നത്. വലിയ ആഗ്രഹങ്ങളുണ്ടാകണം, വലിയ സ്വപ്നങ്ങൾ കാണണം, ഉയരങ്ങളിൽ പറക്കണം എന്നൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പതനത്തിന് കാരണം. എന്താണ് ആഗ്രഹം? ഞാനിപ്പോൾ എന്താണോ അതൊരിക്കലും മതിയാകില്ല എന്ന വിശ്വാസം. എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആകണം എന്ന ചിന്ത. എനിക്കിത് പോരാ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തള്ളിക്കളയുന്നത്. നിങ്ങളുടെ അസ്തിത്വത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. നിങ്ങൾ നിങ്ങളെത്തന്നെ നിഷേധിക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങളെ നിഷേധിക്കുന്നു. ഇതാണ് യഥാർത്ഥ ദാരിദ്ര്യം. ഇത് പണത്തിന്റെ ദാരിദ്ര്യമല്ല, ആത്മാവിന്റെ ദാരിദ്ര്യമാണ്. നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും മറ്റെന്തോ ആകാനുള്ള നെട്ടോട്ടത്തിലാണ്. നിങ്ങൾ മറ്റെന്തെങ്കിലും ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ ആ ശക്തിയാണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ നിധി. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാം ഉപേക്ഷിക്കൂ. നിങ്ങളെ നിങ്ങളായിത്തന്നെ അംഗീകരിക്കൂ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുമ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിക്കും. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആകും. നിങ്ങളുടെ ഉള്ളിൽ യാതൊരു പോരാട്ടങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾ എങ്ങനെയാണോ അത് തികച്ചും ശരിയാണ്. ഈയൊരു സ്വീകാര്യത വരുമ്പോൾ നിങ്ങളോട് തന്നെ പോരാടി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഊർജം സ്വതന്ത്രമാകുന്നു. സ്വതന്ത്രമായ ആ ഊർജം വളരെ ക്രിയേറ്റീവായി മാറുന്നു. അത് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അത് പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്നു. തങ്ങളോട് തന്നെ പോരാടുന്നവർ എപ്പോഴും പരാജയപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. സ്വയം അംഗീകരിക്കുന്നവർ വിജയിക്കുന്നു. കാരണം വിജയം പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. പ്രകൃതിയിലെ എല്ലാം ഒരു താളത്തിലാണ് നടക്കുന്നത്. പകലിന് ശേഷം രാത്രി, രാത്രിക്ക് ശേഷം പകൽ, ചൂടിന് ശേഷം മഴ, മഴയ്ക്ക് ശേഷം തണുപ്പ്. എല്ലാം ഒരു താളത്തിലാണ് നീങ്ങുന്നത്. എന്നാൽ മനുഷ്യൻ ഈ താളം മറന്നുപോയിരിക്കുന്നു. എപ്പോഴും പകൽ തന്നെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും വേനൽക്കാലം വേണം, എപ്പോഴും ജോലി നടന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് അവന്റെ അസുഖത്തിന്റെ കാരണം. കാരണം ജീവിതം ഒരു താളത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ജോലിക്ക് ശേഷം വിശ്രമം നിർബന്ധമാണ്. പ്രവർത്തനത്തിന് ശേഷം നിശ്ചലത ആവശ്യമാണ്. ചെയ്തതിനു ശേഷം ഒന്നും ചെയ്യാതിരിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നാൽ ഞാൻ പിന്തള്ളപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ കരുതുന്നു.
എന്നാൽ സത്യമെന്താണെന്നാൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത്. കാരണം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഊർജം വീണ്ടും നിറയുന്നു. നിങ്ങളുടെ മനസ്സ് വീണ്ടും ഫ്രഷാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ പുതിയ ചിന്തകൾ വരുന്നു. ഇതാണ് പ്രകൃതിയുടെ നിയമം. കൃഷിയിടത്തിന് വിശ്രമം നൽകുമ്പോൾ അടുത്ത തവണ മികച്ച വിളവ് ലഭിക്കുന്നു. ശരീരത്തിന് വിശ്രമം നൽകുമ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു. അതുപോലെ മനസ്സിന് വിശ്രമം നൽകുമ്പോൾ അത് കൂടുതൽ മൂർച്ചയുള്ളതാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിന് വിശ്രമം നൽകുന്നില്ല. നിങ്ങൾ എപ്പോഴും അതിനെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എന്റെ മനസ്സ് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അത്ഭുതപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദിവസവും കുറച്ച് സമയമൊന്നും ചെയ്യാതിരിക്കാനായി കണ്ടെത്തുക. ജോലിയും ചെയ്യരുത്, വിനോദങ്ങളിലും ഏർപ്പെടരുത്. വെറുതെ ഇരിക്കുക. ഇതാണ് യഥാർത്ഥ വിശ്രമം. ഇത് ഉറക്കത്തേക്കാൾ പ്രധാനമാണ്. കാരണം ഉറക്കത്തിലും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ, യാതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ മനസ്സ് യഥാർത്ഥത്തിൽ വിശ്രമിക്കുന്നു. മനസ്സ് വിശ്രമിക്കുമ്പോൾ അത് വീണ്ടും ജീവസ്സുറ്റതാകുന്നു. അതിൽ പുതിയ ഊർജം നിറയുന്നു. ഈ ഊർജമാണ് നിങ്ങൾക്ക് വിജയം നേടിത്തരുന്നത്. നിങ്ങളെന്തിനാണ് പണത്തിന് പിന്നാലെ ഓടുന്നത്? സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് നിങ്ങൾ പറയും. എനിക്ക് സുരക്ഷ വേണം. നാളെ ഞാൻ പട്ടിണി കിടക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടാവണം. എന്നാൽ ഞാൻ പറയുന്നു, ഈ സുരക്ഷ ഒരു മിഥ്യയാണ്. നിങ്ങളുടെ കയ്യിൽ കോടികളുണ്ടെങ്കിലും ലക്ഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. കാരണം ഇത് പോരാ എന്ന് മനസ്സെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥ സുരക്ഷ പണത്തിലല്ല, പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തിലാണ് യഥാർത്ഥ സുരക്ഷയുള്ളത്. പ്രപഞ്ചം എന്നെ നോക്കിക്കൊള്ളും എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എപ്പോഴും സുരക്ഷിതനായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ സുരക്ഷിതനാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ക്രിയേറ്റീവ് ആകാൻ കഴിയും. ഇതുതന്നെയാണ് നിങ്ങളെ വിജയിയാക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുമ്പോൾ നിങ്ങൾ ഭീരുവാകുന്നു. നിങ്ങൾ പുതിയതൊന്നും ചെയ്യില്ല. പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഏറ്റവും വിജയിച്ച ആളുകൾ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായവരാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഭയപ്പെടുന്നില്ല. ഇതല്ലെങ്കിൽ മറ്റൊന്ന് നടക്കുമെന്നവർക്കറിയാം. പ്രപഞ്ചം അവരുടെ കൂടെയുണ്ട്. ഏറ്റവും വലിയ പരാജയങ്ങൾ സുരക്ഷ തേടി നടക്കുന്നവരുടേതാണ്. സുരക്ഷിതമായതുകൊണ്ട് അവർ ഒരു ജോലി ചെയ്യുന്നു. മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് അവരും അതേ കാര്യം ചെയ്യുന്നു. കാരണം സുരക്ഷയ്ക്കു വേണ്ടി അവർ തങ്ങളുടെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സുരക്ഷ തേടിയുള്ള ഓട്ടം നിർത്തുക. അരക്ഷിതാവസ്ഥയെ അംഗീകരിക്കുക. ജീവിതം അരക്ഷിതമാണ്. അതാണ് അതിന്റെ സ്വഭാവം. നിങ്ങൾ അതിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകുന്നു. നിങ്ങൾ സ്വതന്ത്രനാകുമ്പോൾ ജീവിതം പൂർണ്ണമായും ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓരോ നിമിഷവും ജീവിക്കാൻ കഴിയും. എല്ലാ അവസരങ്ങളെയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കൊടുക്കുക, ദാനം ചെയ്യുക, സേവനം ചെയ്യുക എന്നൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്വീകരിക്കുക എന്നത് ഒരു കലയാണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അതേ സുഹൃത്തുക്കളെ, സ്വീകരിക്കുക എന്നതും ഒരു കലയാണ്. ഈ കല വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ഭൂരിഭാഗം ആളുകൾക്കും വാങ്ങാൻ അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും. അവർ എന്നോട് ഒരു ഔദാര്യം കാണിച്ചു എന്നാണ് അവർ കരുതുന്നത്. ഇതൊരു തെറ്റായ ധാരണയാണ്. ആരെങ്കിലും നിങ്ങൾക്കെന്തെങ്കിലും നൽകുമ്പോൾ അയാൾ നിങ്ങളോട് ഒരു ഔദാര്യം കാണിക്കുകയല്ല. അയാൾ സ്വയം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളത് വാങ്ങാൻ വിസമ്മതിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ പ്രകടനത്തെയാണ് തടയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, നന്ദിയോടെ വാങ്ങുക. പക്ഷെ അതൊരു ഔദാര്യമായി കാണരുത്. കാരണം നിങ്ങൾ നൽകുന്നയാൾക്കും ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. അയാൾക്ക് നൽകാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ നൽകിയത്. ഇതാണ് നൽകലിന്റെയും സ്വീകരിക്കലിന്റെയും സന്തുലിതാവസ്ഥ. ഈ സന്തുലിതാവസ്ഥയുണ്ടാകുമ്പോൾ ഊർജം പ്രവഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും നൽകുകയും ഒന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഊർജം നിലച്ചുപോകും. നിങ്ങൾ എപ്പോഴും സ്വീകരിക്കുകയും ഒന്നും നൽകാതിരിക്കുകയും ചെയ്താലും ഊർജം നിലച്ചുപോകും. എന്നാൽ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഊർജം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സമൃദ്ധിയുടെ രഹസ്യം. സമൃദ്ധിയെന്നാൽ ഒഴുക്കാണ്. ഊർജത്തിന്റെ ഒഴുക്ക്, പണത്തിന്റെ ഒഴുക്ക്, സ്നേഹത്തിന്റെ ഒഴുക്ക്. എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമ്പന്നനാണ്. എല്ലാം കെട്ടിക്കിടക്കുമ്പോൾ നിങ്ങൾ ദരിദ്രനാണ്. അതുകൊണ്ട് സ്വീകരിക്കാൻ പഠിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട എന്ന് പറയരുത്. അതേയെന്ന് പറയുക, നന്ദി പറയുക, അത് സ്വീകരിക്കുക. അവസരങ്ങൾ വന്നാലും വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. താൻ ഇതിന് അർഹനല്ലെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കെണിയുണ്ടാകുമെന്നോ അവർ ചിന്തിക്കുന്നു. അവർ ആ അവസരം നഷ്ടപ്പെടുത്തുന്നു. അവസരം വരുമ്പോൾ അത് പിടിച്ചെടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ അത് വാങ്ങുക. ജീവിതം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുക.
എന്നാൽ എന്തിലും സംശയം പ്രകടിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. വെറുതെയൊന്നും കിട്ടില്ലെന്ന് നിങ്ങൾ കരുതുന്നു. ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ഇത് നിങ്ങളുടെ ദരിദ്രമായ ചിന്താഗതിയാണ്. പ്രപഞ്ചം സമൃദ്ധമാണെന്നാണ് സമ്പന്നമായ ചിന്താഗതി പറയുന്നത്. അതിനു നൽകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നൽകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്.